Hello everyone, we can move to question number 18 where gate ആണല്ലേ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഈ ഫിഗർ നോക്ക്. ഫിഗർ ആദ്യം മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ ഗേറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. നോട്ട് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട് അല്ലേ. സോ ഇവിടെ നോക്കുക, നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ഇതിന്റെ ആൻസറിലേക്ക് പിക്ക് ചെയ്യാൻ. നോക്കുക, ഇവിടെ 0 0 0 ആണ്, ഇവിടെയും 0 0 0 ആണ്, ഇവിടെയും 0 0 0 ആണ്, ഇവിടെയും 0 0 0 ആണ്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. 0 0 കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0 ആയിരിക്കും. പിന്നെ നമുക്ക് 0 1 കൊടുക്കാം. 0 1 കൊടുത്താൽ ഇവിടെ 1 ആണ്, ഇവിടെ 0 1 കൊടുത്താലും ഇവിടെയും 1 ആണ്, ഇവിടെ 0 1 കൊടുത്തപ്പോൾ 0 ആണ്, ഇവിടെ 0 1 കൊടുത്തപ്പോഴും ഇവിടെയും 1 ആണ്. സോ ആ ഒരു ചെക്ക് ചെയ്തൊക്കെ ശരിക്കും നമുക്ക് ആ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യാം. 0 ഉം 1 ഉം ഏക്ക് നമ്മൾ 0 കൊടുക്കുന്നു, ഇവിടെ 0 കൊടുത്താൽ ഇവിടെ 0 വരും. ഈ ലൈൻ ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോകുന്നവൻ നോട്ട് ആണല്ലേ, അപ്പോൾ ഇവിടെ 1 വരും. 1 0 1 അല്ലേ, ബിക്ക് 1 കൊടുത്താൽ ഇവിടെ 0 വരും, ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ 1 വരും. 0 0 ആൻഡ് ഗേറ്റിൽ എന്താ വരിക? 0. 1 1 ആൻഡ് ഗേറ്റിൽ എന്താ വരിക? 1. 0 1 ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 1. സോ 0 1 കൊടുത്താൽ മക്കളെ എന്ത് വരണം? 1 വരണം. സോ ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ് അല്ലേ. സോ നമ്മൾ ഓപ്ഷൻ 3 ഒഴിവാക്കി. ഇനി നമുക്ക് ഏത് കൊടുക്കാം? ഓപ്ഷൻ 3 ഒഴിവാക്കിയ ശേഷം 1 ഉം 0 കൊടുത്താൽ 1 ഉണ്ട്, 1 ഉം 0 കൊടുത്താൽ ഇവിടെ 0 ആണ്, ഇവിടെ 1 ഉം 0 കൊടുത്താൽ 1 ഉണ്ട്. 1 1 കൊടുത്തു നോക്കിയാലോ, 1 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 ഉണ്ട്, 1 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ആണ് ഉള്ളത് അല്ലേ. അപ്പൊ 0 ഉം 1 കൊടുത്താൽ 1 വരും. സോ നമുക്ക് 1 1 കൊടുത്തു നോക്കാം. 1 1 കൊടുത്തു നോക്കാം. എഗെയിൻ നമ്മൾ ട്രൂത്ത് ടേബിളിലേക്ക് മൂവ് ചെയ്യാം. 1 1 കൊടുത്തു നോക്കാം. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 വരും, ഇവിടെ 1 വരും. 1 ഉം 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 0 ഉം 1 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 0 0 കൂട്ടിയാൽ 0. സോ 1 ഉം 1 കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 0 ആണ്. 1 ഉം 1 കൊടുത്താൽ 0. 1 ഉം 1 കൊടുത്താൽ 0 ശരിയല്ലേ. 1 ഉം 1 കൊടുത്താൽ 0 ശരിയാണ്. ഇവിടെ 1 ഉം 1 കൊടുത്തപ്പോൾ 1 ആണ്. സോ ഓപ്ഷൻ 3 ഉം ഓപ്ഷൻ 4 ഉം പോയി. 1 ഉം 2 ആ ചാൻസ് ഉള്ളത്. ഇനി 1 ഉം 0 കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 ഉം 0 സിമ്പിൾ ആണല്ലേ, വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 1, ഈ ഒരു ആൻഗേറ്റിന്റെ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ 0. ഇവിടെ 1 ഉം 0 അല്ലേ, 1 ഉം 0 നമ്മൾ ചെയ്തല്ലേ, ഇല്ലല്ലേ, 0 1 ചെയ്ത് 1 0. 0 കൊടുത്താൽ ഇവിടെ 1 വരും, ഇവിടെ 0 വരും. 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1, 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 1 ഉം 0 ഉം കൂട്ടിയാൽ 1. അപ്പോൾ 1 ഉം 0 ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 വരണം. 1 ഉം 0 ഉം കൊടുത്താൽ നമുക്ക് 1 ഉണ്ട്, ഇവിടെ 1 ഉം 0 കൊടുത്തപ്പോൾ 0 അല്ലേ. സോ ആൻസർ ഏതാ വരിക? ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് എക്സോർ ഗേറ്റ് ആണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അതിനൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളി നിങ്ങൾക്ക് 0 1 1 1 എന്നുള്ള നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് എന്നുള്ള വളരെ ബേസിക് സാധനങ്ങൾ ലോജിക് ഗേറ്റ്സ് വളരെ ബേസിക് സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ സെമി കണ്ടക്ടേഴ്സിലെ ലോജിക് ഗേറ്റ്സിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എപ്പോഴും ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. സോ താങ്ക് യു ഓൾ ഓഫ് യു.